എല്ലാവർക്കും മല്ലൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക, ബസൂക്ക, മിറാഷ് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരിക്കേണ്ട ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് സിനിമയിലെ നായകൻ. IFKയിൽ വന്ന സിനിമയാണ് പാൻ ഇന്ത്യൻ സ്റ്റോറി. ഇപ്പോൾ ഇതേ സിനിമ മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ വീക്കാണ് പാൻ ഇന്ത്യൻ സ്റ്റോറിയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മിറാഷ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി, അപർണ ബാലമുരളിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ജിത്തു ജോസഫാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ട്വിസ്റ്റുകൾ സിനിമയിലുണ്ട്. നല്ല അഭിപ്രായമാണ് മിറാഷ് സിനിമ നേടിയെടുത്തത്. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT അവകാശം സോണി ലീവാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒക്ടോബർ മാസം 20 മുന്നേ മിറാഷ് സിനിമ സോണി ലീവിൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയാണ് ബാന്ദ്ര. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ബാന്ദ്രയ്ക്ക് ലഭിച്ചത്. എന്നാലും OTTയിൽ കാണാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. കുറെ കാലമായിട്ടും ബാന്ദ്രയുടെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ദിലീപും തമനയും ഒന്നിച്ച് അഭിനയിച്ച സിനിമയാണ് ബാന്ദ്ര. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ബാന്ദ്ര സിനിമയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഒക്ടോബർ മാസം 20 മുന്നേ ബാന്ദ്ര സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഫാർമ എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളി നായകന സീരീസാണ് ഫാർമ. ഹോട്ട്സ്റ്റാറിലാണ് ഈ സീരീസ് വരുന്നത്. ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കോട് കൂടിയായിരിക്കും ഫാർമ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് നോക്കിക്കാണുന്ന സിനിമയാണ് വേല. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഷൈനികം, സണ്ണി വെയിനാണ് വേല സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ വേല സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കോട് കൂടി OTT റിലീസ് ചെയ്യുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സണ്ണി സംസ്കാരി, തുളസി കുമാരി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. ദേവാൻ, ജാൻവി കപൂറാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. നെറ്റ്ഫ്ലിക്സ് ആണ് തുളസി കുമാരിയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. ഈ സിനിമ ഈ മാസം ലാസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ജോളി LLB 3 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അക്ഷയ് കുമാർ നായകന സിനിമയാണ് ജോളി LLB 3. ഈ സിനിമയുടെ OTT അവകാശം ഹോട്ട്സ്റ്റാറാണ് വാങ്ങിച്ചിരിക്കുന്നത്. നവംബർ മാസം 10-നാണ് ജോളി LLBയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് ഗെറ്റ് സെറ്റ് ബേബി നേടിയെടുത്തത്. ഉണ്ണിമുകുന്ദനാണ് സിനിമയിലെ നായകൻ. നിഖില വിമലും സിനിമയിലുണ്ട്. പ്രേക്ഷകർക്ക് സിനിമ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ നല്ല കളക്ഷൻ ഗെറ്റ് സെറ്റ് ബേബി നേടിയെടുത്തു. സിനിമ ഇറങ്ങിയിട്ട് മാസങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. മനോരമ മാക്സ് നേരത്തെ തന്നെ ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കിൽ ഗെറ്റ് സെറ്റ് ബേബി OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇതിലൂടെ ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കല്യാണി നസ്ലിനാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ കൂടുതൽ കയ്യടി നേടിയത് കല്യാണിക്കാണ്. മികച്ച അഭിനയമാണ് കല്യാണി ലോക സിനിമയിൽ കാഴ്ചവെച്ചത്. 30 കോടി ബഡ്ജറ്റ് ഇറക്കി 300 കോടിക്ക് അടുത്ത് കളക്ഷൻ സിനിമ നേടിയിട്ടുണ്ട്. ഇപ്പോഴിതാ ലോക സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഈ മാസം ലോക സിനിമ റിലീസാക്കില്ലെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. നെറ്റ്ഫ്ലിക്സ് വലിയ തുകയാണ് ലോക സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ദുൽഖർ സൽമാൻ അത് റിജക്ട് ചെയ്തിരിക്കുകയാണ്. അടുത്ത മാസം മാത്രമേ ലോക സിനിമ OTTയിൽ വരുമെന്നാണ് റിപ്പോർട്ട് കാണിക്കുന്നത്. ഒരുപക്ഷെ ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കോട് കൂടി നെറ്റ്ഫ്ലിക്സിൽ ലോക സിനിമ റിലീസാക്കും. അടുത്തൊരു അപ്ഡേറ്റ് ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി നായകന സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഇതൊരു കോമഡി മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ആഭ്യന്തര കുറ്റവാളി നേടിയെടുത്തത്. ഇപ്പോഴിതാ സിനിമയുടെ OTT അവകാശം C5 ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒക്ടോബർ മാസം 15-നായിരിക്കും ആഭ്യന്തര കുറ്റവാളി OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് തങ്കമണി നേടിയെടുത്തത്. നല്ലൊരു കഥയാണ് തങ്കമണി പറഞ്ഞു പോയത്. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. നിതാപിള്ളയും ദിലീപുമാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് തങ്കമണിയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടി നായകന സിനിമയാണ് ഡൊമിനിക്. സിനിമ റിലീസായിട്ട് 5-6 മാസമായി. ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. മമ്മൂട്ടിയുടെ ഒരു സിനിമ ഇത്രയും കാലം വൈകി വരുന്നത് ഇതാദ്യമായിട്ടാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഡൊമിനിക്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈം ഡൊമിനിക് വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് മാരിവിലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി മൂവിയാണ് മാരിവിലും ഗോപുരങ്ങൾ. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് ഈ സിനിമ സ്വന്തമാക്കിയത്. എന്നിട്ടും OTTയിൽ വന്നിട്ടില്ല. ഇപ്പോഴിതാ മാരിവിലും ഗോപുരങ്ങൾ ആമസോൺ പ്രൈമിൽ വരാൻ പോവുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്.
ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയാണ് ബസൂക്ക. OTT അവകാശം വിറ്റുപോകാതെയല്ല സിനിമ ഇറക്കാത്തത്. നേരത്തെ തന്നെ C5 OTT വാങ്ങിച്ചതാണ്. പക്ഷേ അവർ സിനിമ റിലീസാക്കുന്നില്ല. കാരണങ്ങൾ വ്യക്തമല്ല. മമ്മൂട്ടി മികച്ച ആക്ഷൻ രംഗങ്ങളാണ് ബസൂക്കയിൽ കാഴ്ചവെച്ചത്. ഇപ്പോൾ ഇതാ ഒക്ടോബർ മാസം 15 മുന്നേ ബസൂക്ക സിനിമ C5 റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരു വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.